അപ്പോൾ വോട്ടിംഗ് മെഷീൻ വേണ്ട, ബാലറ്റ് പേപ്പർ മതി എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ടോമി? ബാലറ്റ് പേപ്പറിലൂടെ നടത്തുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള പരിപാടി. അങ്ങനെയാണോ? തീർച്ചയായിട്ടും അതെ. ബാലറ്റ് പേപ്പർ വേണം. അങ്ങനെയുണ്ടോ? ഇലക്ഷൻ മെഷീനെ സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടോ? കാലം മാറുന്നതനുസരിച്ച് ഇതിന്റെ ടെക്നിക്കുകളും മാറും. അതിനനുസരിച്ച് ബാലറ്റ് പേപ്പർ എന്നുള്ളതൊക്കെ ഔട്ട് ഓഫ് ഇതായതാണ്. കോൺഗ്രസ്സുകാർ ജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീന് പ്രശ്നമില്ല. കോൺഗ്രസ്സുകാർ തോൽക്കുമ്പോഴാണ് വോട്ടിംഗ് മെഷീന് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയാണോ ടോമി? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, എന്നാലും പൊതുവെ ഒരു സംശയമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഒരു സംശയമുണ്ടല്ലോ. രാഹുൽ ഗാന്ധി വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞത് പ്രകാരം അങ്ങനെ ഒരു സംശയത്തിനുള്ള സാധ്യതയുണ്ട്. എന്താ സുനിലെ നിങ്ങളുടെ അഭിപ്രായം? ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ജപ്പാൻ അടക്കം EVM മെഷീനെ പുറന്തള്ളിയ ചരിത്രമാണുള്ളത്. അപ്പോൾ ഒരു ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും സുതാര്യവും നീതിയുക്തവുമായ രീതി. അല്ലെങ്കിൽ അത് വിവിപാറ്റിന്റെ കാര്യത്തിലെങ്കിലും സമ്പൂർണ്ണ വിവിപാറ്റ് പരിശോധിക്കാനുള്ള അവസ്ഥ. വിവിപാറ്റ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്ന, പക്ഷെ അതൊക്കെ പിന്നീട് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടോ യഥാർത്ഥത്തിൽ? തീർച്ചയായും ബാലറ്റ് പേപ്പറിലൂടെയാണ് ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ റിസൾട്ട് മറ്റൊന്നാവും എന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും അട്ടിമറി നടക്കുന്നുണ്ടെന്നാണ് നിങ്ങളുടെ നടക്കുന്നത്. ഇന്റർണലി പ്രസിഡന്റിനെ അങ്ങനെ കണക്കാക്കുന്നുണ്ടോ? പ്രസിഡന്റിനെ ഒക്കെ തെരഞ്ഞെടുത്തത് അട്ടിമറി വഴിയാണോ? ഒരിക്കലും അല്ല. പ്രസിഡന്റ് ബാലറ്റ് അല്ലല്ലോ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ലേ? അതെ, വോട്ടിംഗ് മെഷീനാണ്. അപ്പൊ വോട്ടിംഗ് മെഷീനിൽ BJP-ക്കാർ ജയിക്കുമ്പോൾ മാത്രം അങ്ങനെ ആരോപണം വരുന്നതിന്റെ കാര്യം എന്താ? അങ്ങനെ ആരോപണത്തിന് സാധ്യതയുണ്ടോ? അങ്ങനോ അമ്പിളി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടത്തിയാണോ ഈ 400 സീറ്റിലേക്കൊക്കെ പോകാൻ പോകുന്നത്? പക്ഷേ ഉത്തരേന്ത്യയില്, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഉത്തരേന്ത്യൻ മേഖലകളിലെ അവിടുത്തെ രാഷ്ട്രീയം കാര്യങ്ങളും നമുക്കറിയാമല്ലോ. അവിടുത്തെ വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് വിശ്വാസ്യത ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങളുടെ തോന്നലൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ? ആണോ? അങ്ങനെ അഭിപ്രായമുണ്ട്. ഏത് ചിഹ്നത്തിൽ കുത്തിയാലും അത് താമരയ്ക്ക് ചേരുന്ന ഒരു സാഹചര്യം നമ്മൾ മുൻ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർ പരിശോധിക്കുന്ന സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന് കുത്തിയപ്പോൾ കൃത്യമായിട്ട് അരിവാൾ ചുറ്റിയെ പോയി. ഞങ്ങൾ പറഞ്ഞല്ലോ, കേരളത്തിലെ സംബന്ധിച്ച് പോട്ടെ അല്ലേ? അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സോഫ്റ്റ്വെയർ ആണോ എന്നുള്ളതാണ് ഇവരുടെ സംശയം. അല്ല, നമ്മുടെ നാട്ടിൽ ഇത്രയും നാള് വടക്കേ ഇന്ത്യയിലായിരുന്നു മെഷീന്റെ പ്രശ്നം. ഇത്തവണ കേരളത്തിലും മെഷീന് പേരുദോഷം ഉണ്ടാവും. അതെ, തൃശ്ശൂരും പത്തനംതിട്ടയും അല്ലെ, തിരുവനന്തപുരത്തും ഏതെങ്കിലും സ്ഥലത്തിൽ. അല്ല, നമ്മുടെ നാട്ടില് ബൂത്ത് പിടിച്ചടക്കുന്ന രീതിയിലല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. VVPAT മെഷീൻ അടക്കം EVM മെഷീൻ അടക്കം വലിയ നാഷണൽ പെർമിറ്റ് ലോറിയിൽ കടത്തിക്കൊണ്ടുപോകുന്ന BJP-യുടെ ആളുകൾ. ഇതടക്കമുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിയമനത്തിന്റെ കൊളീജിയത്തിൽ ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കോൺഗ്രസും CPM-ഉം മറ്റു പ്രതിപക്ഷ കക്ഷികളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിലാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു മറുപടി സത്യവാങ്മൂലം നൽകുന്നത്.